السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا ربي بالمصطفى بلغ مقاصدنا اغفر لنا ما مضى يا واسع الكرم ولمومد سيدنا مولانا മുഹമ്മദ്. ബഹുമാനവും സ്നേഹവും നിറഞ്ഞു മഹത്തുക്കളായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, നാട്ടിന്റെ നല്ലവരായ സ്നേഹജനങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ സ്വർഗ്ഗലോകത്തിലും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീണ്ട ഒരു വഅദ് പറയാനുള്ള ഒരു അവസരം അല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ തന്നെ മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു തആല അസ്റുൽ അസീസ് മഹാനവറുകളെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തി. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാവർക്കും ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ, അവിടുത്തെ ബഹുമാനവും അവിടുത്തെ എല്ലാവിധ ബറക്കത്തുമൊക്കെ കൂടുതലായി പറയേണ്ട ആവശ്യമില്ല. അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരുപാട് കണ്ട് അനുഭവിച്ചവരാണ് ഈ നാട്ടുകാർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ബറക്കത്ത് അല്ലാഹു എന്നും നിലനിർത്തി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. മഹാന്റെ അനുസ്മരണം നടത്തുമ്പോൾ അവിടുത്തെ മദ്ഹുകൾ ധാരാളം പറയുക, പ്രത്യേകിച്ച് അവിടുത്തെ ശിഷ്യന്മാരായ ആളുകൾ, അല്ലെങ്കിൽ അവിടത്തേക്ക് കൂടുതലായി ജീവിതത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിച്ചവർ, അവരാണ് അനുസ്മരിക്കേണ്ടത് എന്നതിൽ സംശയമില്ല. അതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ അനുസ്മരണം നമുക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകും. നേരെ മറിച്ച് എന്നെ പോലെയുള്ള ആളുകൾ കേട്ട അറിവ് അല്ലെങ്കിൽ ജീവിതത്തിൽ കണ്ടതൊക്കെ പറയുമ്പോ അത് നമുക്ക് അവിടുത്തെ ബർക്കത്ത് കിട്ടാൻ എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളൊക്കെ പറയുന്നത്. ഒരു വഅദ് പെരുപ്പിക്കുക എന്നതല്ല. ആ അനുസ്മരണത്തിന്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് മഹാൻ ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ ആ മദ്ഹ് ഇവിടുന്ന് നമ്മൾ ചൊല്ലുകയാണ്. ഈ സദസ്സ് ഇന്ന് പരിപൂർണമായും ആ ബുർദക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും ഒരു ബുർദ സദസ്സിൽ വഅദ് അല്ലെങ്കിൽ വഅദിന്റെ സദസ്സിൽ ബുർദ അത് വേണ്ടതുപോലെ നമുക്ക് ഉപകാരപ്പെടാൻ സാധിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് 2 ദിവസത്തെ പരിപാടി, നാളെ വേണ്ട ഉപദേശങ്ങളൊക്കെ നമുക്ക് പറയാനുള്ള ഒരു വേദി കൂടിയായതുകൊണ്ട് നമ്മളെ സമയം മുഴുവനും ബുർദക്ക് വേണ്ടിയിട്ട്, മദ്ഹ് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ വരുന്നത് നല്ല ഇൽമു കേൾക്കാനും അതുപോലെ അവിടുത്തെ പേരക്കുട്ടിയായ മഹാന്റെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളൊക്കെ കാത്തു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഫാദിൽ ഉസ്താദ് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ചിലപ്പോ ഉസ്താദിന് വേണ്ടതുപോലെ കന്നഡത്തിൽ പറഞ്ഞതുകൊണ്ട് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് മഹാനായ ഉസ്താദിന്റെ ബുർദ മദ്ഹ് കേൾക്കുക എന്നുള്ളത്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദിനും ഉസ്താദിന്റെ കൂടെ മാദിഹ്യങ്ങളായി വന്ന എല്ലാവർക്കും അല്ലാഹു മരണം വരെ ഹബീബായ തങ്ങളെ മദ്ഹ് ചൊല്ലാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഉസ്താദിന് നേരത്തെ
ഉസ്താദിന് നേരത്തെ സ്വാഗതം പറഞ്ഞെങ്കിൽ ഞാൻ ഒന്നുകൂടിയിട്ട് ഉസ്താദിന്റെ കൂടെ വന്ന എല്ലാ മാദേഹ്യങ്ങൾക്കും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം സ്വാഗതമായി അറിയിക്കുന്നു. അല്ലാഹു അവരുടെ മദ്ഹ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏതായാലും മദ്ഹ് പാടാൻ അറിയുന്നില്ല, നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ മദ്ഹ് പറയുന്നു. പക്ഷെ നേരെ മറിച്ച് അവരെ പോലെയുള്ള ആളുകൾ മദ്ഹ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളെ ഖൽബിൽ കൂടുതലായി തങ്ങളോടുള്ള മഹബ്ബത്ത് അറിയാതെ വന്നു പോകും. ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലുള്ള ആ ഒരു സദസ്സായി മദ്ഹിന്റെ സദസ്സായി അല്ലാഹു നമ്മളെ സദസ്സിന് മാറ്റി തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ സദസ്സിലേക്ക് മഹാനായ താജുൽ ഉലമ ഉസ്താദിനെ അനുസ്മരിക്കുന്ന ഈ സദസ്സിലേക്ക് ക്ഷണിച്ച ഈ കമ്പളവട്ടു SYS മുസ്ലിം ജമാഅത്ത് പ്രത്യേകിച്ച് SSFന്റെ ചെറുപ്പക്കാരോടൊക്കെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങൾക്കൊക്കെ വലിയ തൗഫീഖ് അല്ലാഹു ഏറ്റി തരുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതങ്ങളിൽ അല്ലാഹു ഒരുപാട് ഖൈറും ബറക്കത്തും അല്ലാഹു ചൊരിച്ചു തരുമാറാകട്ടെ. ഈ സദസ്സിന് വേണ്ടി ഏതെല്ലാം രൂപത്തിൽ അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സാമ്പത്തികമായും അതുപോലെ തന്നെ ശാരീരികമായും അതിന്റെ പുറമെ മാനസികവുമായിട്ടൊക്കെ സഹകരിച്ചവർ, അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ. മഹാന്മാരെ അനുസ്മരിക്കുന്നത് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാനും അതുപോലെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സദസ്സിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ സദസ്സിൽ നീ പെടുത്തണം റഹ്മാനെ. അതുപോലെ ഈ മദ്ഹിന്റെ സദസ്സിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരൊക്കെ വന്നിട്ടുണ്ട്. അവർ നമ്മളെ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ഏത് മഹല്ലത്തിലാവട്ടെ നമ്മുടെ ഉമ്മമാരുടെ വലിയ സഹായങ്ങളാണ്. ആ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്കുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ആ മഹല്ലത്തിലുള്ള അവരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാവട്ടെ, അവരെ മക്കളാവട്ടെ, അവരെ വാപ്പമാരാവട്ടെ, അവരൊക്കെ ഈ ഖിദ്മത്തിന്, പള്ളിയുടെ ഖിദ്മത്തിന്, ദർസിന്റെ ഖിദ്മത്തിന്, മദ്രസയുടെ ഖിദ്മത്തിന്, അതുപോലെ നമ്മുടെ ചെറുപ്പക്കാർ, പ്രവർത്തകർ, അവർക്കുള്ള ഖിദ്മത്തിനൊക്കെ വലിയ പ്രോത്സാഹനമാണ് നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുന്നത്. അല്ലാഹു അവരുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു ഹസ്സലാക്കുമാറാകട്ടെ. ഈ മദ്ഹിന്റെ സദസ്സിലേക്ക് വന്ന് ഇരുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ ഹദ്റത്ത് മദീന മുനവ്വറയിലേക്ക്, അവിടുത്തെ ഹദ്റത്തിലേക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് എത്തിയവർക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ എത്താത്തവർക്കും ഒക്കെ പടച്ചവനെ നീ പലവട്ടം എത്താനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ. അതുപോലെ തന്നെ പരിശുദ്ധമായ മക്കയിലെത്തി മഖബൂലായ നിലക്ക്, അതുപോലെ തന്നെ മബ്റൂറായ നിലക്ക് ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പ്രത്യേകിച്ച് ദുആ ചെയ്യുന്നത് നമ്മുടെ ഉമ്മമാരെ കൂട്ടത്തിലൊക്കെ അതുപോലെ തന്നെ വാപ്പമാരെ കൂട്ടത്തിലൊക്കെ ഇതുവരെ എത്താത്തവർ, അവരെല്ലാം ആശയോടുകൂടി കാത്തു നിൽക്കുന്ന, സാമ്പത്തികമായിട്ടോ മറ്റുള്ള പല വിഷമങ്ങളെ കൊണ്ടാണ് പലർക്കും എത്താൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ആഫിയത്ത് കുറവുള്ളത് കൊണ്ടൊക്കെ. അതുകൊണ്ട് പ്രത്യേകം ഈ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങളോടും എന്നോടും നമ്മളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും ഈ സദസ്സ് അത് പരിപൂർണമായി ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ ഉദ്ദേശം പ്രത്യേകിച്ച് കരുതിയിട്ട് നമ്മളൊക്കെ ഇരിക്കണം. അതുപോലെ ഏതായാലും ബുറുദയുടെ സദസ്സ് അങ്ങനെ ആവാറില്ല. കാരണം ഇടക്ക് എണീച്ചിട്ട് ഇങ്ങനെ പോകുന്നതും അതുപോലെ തന്നെ സീറ്റുള്ളത് കാലിയാക്കുന്നതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ സദസ്സിന്റെ ഭംഗിക്ക് അത് കുറവ് വരുന്നത് കൊണ്ട് മാക്സിമം ഇൻഷാ അല്ലാഹ് അത്യാവശ്യം നമ്മൾ ആവശ്യത്തിന് പോവുക എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രവർത്തകരായ ആളുകൾ തന്നെ ഇരിക്കാൻ പറ്റിയവരൊക്കെ ഇരുന്ന് സദസ്സിനെന്താക്കണം, നല്ല ഭംഗിയാക്കണം. ഇങ്ങനെ ദൂരെ ദൂരെ അപ്പുറം ഇപ്പുറം ഇങ്ങനെ കുറെ നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും, ബർക്കത്തുണ്ടാവും. പക്ഷേ സദസ്സിന്റെ ബർക്കത്ത് ഉണ്ടാവുകയില്ല. സദസ്സിന്റെ ബർക്കത്ത് കിട്ടണമെങ്കിൽ ഈ ഒരുക്കിയ സദസ്സിന്റെ ഭാഗത്ത് വന്ന് തന്നെ നിങ്ങൾ ഇരിക്കണം. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നു, സദസ്സിന്റെ അവസാനം വരെ ഇന്നാവട്ടെ നാളെയാവട്ടെ നിങ്ങൾ പരിപൂർണമായി, നമ്മൾ ഇന്നലെ നടന്ന സദസ്സിനെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തി. അതിന്റെ പ്രത്യേകത തന്നെ അതാണ്. വന്ന ആളുകള് സദസ്സാണ്. വന്ന കൂട്ടത്തിൽ ഒരു 90% ആളുകൾ ഇരിക്കുന്നതും പിന്നെ പരിപൂർണമായി സഹകരിക്കുന്നത്. പിന്നെയുള്ള ചെറിയൊരു ശതമാനം ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മറ്റോ അപ്പുറം പോകുന്നുണ്ടെങ്കിലും സദസ്സിന്റെ വലിയ ഭംഗി ആ സദസ്സിൽ എല്ലാവരും വന്നിരിക്കുക. അതാണ് നമ്മൾ ജലാലിയ വാർഷിക സദസ്സിൽ കാണുന്നത്. അതാണ് വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള മജ്ലിസുകളിൽ ധാരാളം നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ്
നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നിങ്ങളൊക്കെ ദുആയിൽ പിന്നെ നമ്മളെ കുടുംബങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് വസിയത്ത് ചെയ്ത് എല്ലാവിധ സന്തോഷങ്ങൾ അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.